വാസ്തവത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വചനത്തിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ കിടക്കുകയാണ്. ആ പുതിയ മനുഷ്യനിൽ നിങ്ങൾക്കൊരു വിശുദ്ധ ജീവൻ നയിക്കാൻ കഴിയും. പുതിയ മനുഷ്യന് ദൈവസ്നേഹത്തിൽ. ആകയാൽ പ്രിയ മക്കളെന്ന പോലെ കർത്താവിനെ അനുകരിപ്പിൻ. വഴിപാട് യാഗവുമായി സമർപ്പിച്ചുള്ള സ്നേഹത്തിൽ നിന്നാണ്. പുതു മനുഷ്യൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്നേഹമാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ. പുതു മനുഷ്യൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? നമുക്ക് ഈ ലോകത്ത് സ്നേഹമില്ലാത്ത ഒരാളോട് മാത്രമുള്ള പിശാചിനോട്. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ പുതുമനുഷ്യൻ. നമ്മുടെ പുതുമനുഷ്യൻ ആരെ പോലെ ആയിരിക്കുന്നു എന്ന് വായിച്ചേ. ഗലാത്യർ 2:20. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ബൈബിൾ ഒന്ന് എടുത്ത് വായിച്ചേ. ഗലാത്യർ 2:20. നമ്മുടെ അകത്ത് ആരാന്ന് നമ്മളൊന്ന് അറിയണ്ടേ. ആ വ്യക്തിയിൽ നമുക്കൊന്ന് ജീവിക്കണ്ടേ. സ്വത്രം 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 സകലത്തെയും വായിച്ചോട്ടെ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പറഞ്ഞ ഞാൻ, എന്നിലെ ഞാൻ പറഞ്ഞാട്ടെ. ഞാനെ കുറിച്ചാണല്ലോ സ്വത്രം. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് പരീശൻ, ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണം മുഴുവൻ പഠിച്ചവൻ. എനിക്ക് പുകഴാനാണെങ്കിൽ ലോകം എന്നെ പഠിപ്പിച്ച ഒരു ഞാനുണ്ട്. ആ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരുന്നു. എന്നിലെ ആ വലിയ പുള്ളി കളിച്ച ഞാനുണ്ടല്ലോ, ചില സ്ഥലത്ത് തല കുനിക്കും, ചില സ്ഥലത്ത് അയ്യോ പത്തോ എന്ന് പറഞ്ഞ് ഞാൻ അയ്യോ പത്തോ വെക്കും. ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞാൽ അതേ ഞാൻ ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടക്കും, എന്നിലെ പഴയ മനുഷ്യൻ. എന്നാൽ എൻ്റെ അകത്തൊരു പുതു മനുഷ്യനുണ്ട്. അവൻ ഒരിടത്തും തളരത്തില്ല. അവൻ്റെ പേര് യേശു എന്ന. അവൻ സ്നേഹത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ. അവൻ ആരോടും വൈരാഗ്യമല്ല. ഈ ഭൂമിയിൽ മനുഷ്യരായ ഒരു ശത്രുക്കളുമില്ല. അവനെ ആർക്കും അടക്കി വെക്കാനൊക്കത്തില്ല. അവനെ ആർക്കും ഒരു കല്ലറയിൽ ഒതുക്കി വെക്കാനൊക്കത്തില്ല. അവനാണ് നിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പുതു മനുഷ്യൻ. ദൈവത്തിൻ്റെ പൈതലേ, അവനെ ഞാൻ ഇന്ന് പകൽ നിങ്ങളെ ഒന്ന് അറിയിച്ചു തരട്ടെ. നിങ്ങളുടെ അകത്തുള്ളവനെ ഞാൻ നിങ്ങൾക്കൊന്ന് അറിയിച്ചു തരട്ടെ. തോമസ് ഊട്ടി ബ്രദറെ പ്രാർത്ഥിച്ചോണേ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. വേണേ നമ്മൾ പ്രാർത്ഥിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാൽ അതിനുപരി ഒന്നും നിന്നെ തൊടത്തില്ല. നീ കൊടയുമ്പോൾ പാമ്പുകളൊക്കെ ഉണ്ടല്ലോ, നിന്നെ കടിച്ച പാമ്പ് താഴെ വീണ് ചത്തുപോകും. കാരമൊന്ന് അടിച്ചു കർത്താവിനെ സ്തുതിച്ച റഖല വൈഷപ്രഭാല ദർബല രഗഡ രഗഡ രഗദ രഗദ. ആമേൻ. നീ ആരാണെന്ന് നിന്റെ പ്രശ്നങ്ങൾ വിവരമറിയും. കയ്യപ്പിടിച്ച് പറഞ്ഞത്, നിന്റെ പ്രശ്നങ്ങൾ നീ ആരാണ്. നിന്നെ കടിച്ചു കഴിയുമ്പോൾ പാമ്പ് വിവരമറിയും. നിനക്കെതിരെ വന്ന തിരമാലകളും കൊടുങ്കാറ്റുകളും നീ അതിനകത്തുള്ളതുകൊണ്ട്, നീ ആ കപ്പലിലുള്ളതുകൊണ്ട്, നിന്റെ വീട്ടിൽ 6 പേരുണ്ട്, പക്ഷെ നീ മാത്രം രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ആ വീടിന് ഒറ്റ കാറ്റും അടിക്കത്തില്ല. 276 പേരുള്ള കപ്പലിൽ ഏറ്റവും വലിയ പ്രതിയായി പൗലൂസിനെ അവരാക്കി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ പന്ത് പൗലൂസിന്റെ കോർട്ടി വന്നെന്ന് മറക്കരുത്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നിന്റെ വീട്ടിൽ എല്ലാവരും ഇന്ന് ദുഷിക്കുമ്പോൾ അവരും നിൽക്കുന്നത് നീ അവിടെ ഉള്ളതുകൊണ്ടാണ്. കാര്യമൊന്ന് അടിച്ചാർപ്പോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നീ തിരിച്ചൊരു വാക്ക് പറയണ്ട, വഴക്കുണ്ടാക്കാൻ പോകണ്ട. നീ ചെയ്ത നന്മയൊക്കെ അവരെ കാണാതിരിക്കും. നീ ചെയ്തതും നീ സ്നാനപ്പെട്ടതുമാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് നിന്റെ വീട്ടുകാർ പറയുമ്പോൾ നീ അവിടെ ഉള്ളതാണ് നിനക്കും നിന്റെ കുടുംബക്കാർക്കും അനുഗ്രഹം. ഇവിടെ വന്നിരിക്കുന്ന പലരുടെയും നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിന്റെ വാർഡ് നിങ്ങളുടെ പേരില സ്വർഗത്തിൽ അറിയുന്നു. നിന്റെ വീട് സ്വത്രം നിമിത്തമാണ് സ്വർഗത്തിൽ ആ പട്ടണം അറിയുന്നത്. കാര്യമൊന്ന് അടിച്ചാർപ്പോടെ കർത്താവിനെ സ്തുതിക്കുക. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കാൺമീൻ നാം ദൈവമക്കൾ ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കും. കയ്യപ്പെടുത്തവരെ മക്കളെ പോലെ നടക്കണം. കർത്താവിൻ്റെ കൺമണിയാണ് ഞാൻ എന്ന രീതിയിൽ നടക്കണം. കയ്യപ്പിടിച്ച് പറഞ്ഞാട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ, ഒന്ന് നടന്നേ. അങ്ങനെ കർത്താവിൻ്റെ കൺമണിയാണ് ഞാൻ. കർത്താവിൻ്റെ കൺമണിയാണ് ഞാൻ. ലോക സ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്ത, അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, ആ കർത്താവിൻ്റെ പ്രിയ മക്കളെന്നല്ല പറഞ്ഞ, പിന്നെ ഒന്ന് പറഞ്ഞേ, അവരവരെ കുറിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രിയ മകൻ ഒന്ന് പറഞ്ഞ് വെറുതെ പറയല്ല. ഈ പ്രസംഗം ഞാൻ തുടരാം. ആ പ്രിയ മക്കൾ എന്ന ബോധ്യത്തിൽ വിശുദ്ധ ജീവിതം നയിക്കണം. നരകത്തിൽ പോകുന്ന പേടിച്ചിട്ടല്ല വിശുദ്ധ ജീവിതം നയിക്കേണ്ടി. ആ പ്രിയ മക്കളെ പോലെ പ്രാർത്ഥിക്കണം. അത് അടുത്ത ആഴ്ചയെ പറയാം. ആ പ്രിയ മക്കളെ പോലെ മനുഷ്യരുടെ ഇടപെടണം.
ആ പ്രിയ മക്കളെ പോലെ സുവിശേഷ വേല ചെയ്യണം. പൈസ കിട്ടാനല്ല. സ്തോത്രം. ഞാൻ കെയർസെൽ മീറ്റിംഗ് നടത്തിയെന്ന് ആർക്കെങ്കിലും അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാനല്ല, സ്നേഹത്തിൽ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയാണ്, ചിലർ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ആരാണ്ടോട് മത്സരിച്ച് മീറ്റിംഗ് വെച്ചിരിക്കുന്നു. എന്നാൽ ചിലർ സ്നേഹത്തിൽ ചെയ്യുന്നു. സ്തോത്രം. നമ്മളെ പുതിയ മനുഷ്യനെ അവൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്നേഹമാണ്. യേശുവിനെ ലോകത്തിൽ നയിച്ചത് സ്നേഹമാണ്. തന്നെ ആണി അടിക്കുന്നവരെയും സ്നേഹിച്ചു. ആ വ്യക്തിയാണ് നിൻ്റെ അകത്തുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നിൻ്റെ അകത്ത് പകർന്നിട്ടുണ്ട്. ആ വ്യക്തിയെ അറിയിക്കാനായിട്ടാണ് ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. നിങ്ങൾ അറിയാത്തൊരു വ്യക്തിയുണ്ട്. കയ്യെപ്പിടിച്ച് പറഞ്ഞാട്ട്, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം കുറവാണ് പറഞ്ഞാട്ട്, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കും അഭിപ്രായം കുറവാണ് ഒന്ന് പറഞ്ഞാട്ട് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ അഭിപ്രായക്കുറവാണ് പറഞ്ഞാട്ട്, നിങ്ങൾക്ക് നിങ്ങളെ ഒട്ടും അഭിപ്രായമില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങളെക്കുറിച്ച് വചനത്തിന് നല്ല അഭിപ്രായമുണ്ട്. ഉയരത്തിൽ നിന്ന് ജനിപ്പിച്ച നിങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിന് നല്ല അഭിപ്രായമുണ്ട്. നിങ്ങളെക്കൊണ്ട് ചിലതൊക്കെ ചെയ്യാൻ പറ്റും. ഈ ലേഖനത്തിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ അതെല്ലാം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ ലേഖനത്തിൽ നിങ്ങൾ ആരാണോ നിങ്ങളതാണ്. ഈ ലേഖനത്തിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ ദിവസങ്ങളിൽ നിന്നെ ഇറുക്കാൻ വന്ന ലോകം നിന്റെ മുമ്പിൽ കല്ലറ മാറിപ്പോയതുപോലെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തു. ഈ പുതുമനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്തിരിക്കുക? നിന്നെ ഒതുക്കാൻ ഒന്നിനും ഒക്കത്തില്ല. ഒതുങ്ങരുത്. കയ്യപ്പെടുത്തി പറഞ്ഞ ഒതുങ്ങരുത്. ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ ആഴ്ച അനുഭവിച്ചിട്ട് വന്നവരുടെ ഉണ്ടായിരുന്നേക്കാം. ഈ ഒരാഴ്ചയിൽ ഏറ്റവും വലിയ വിഷയത്തിന് മുമ്പിൽ നിൽക്കുന്നവരുണ്ടായിരിക്കാം. ആ വിഷയത്തിന് മുമ്പിൽ നീ തല ഉയർത്തി നിന്നിട്ട് ആ കല്ലറയുടെ വാതിൽ നിന്റെ മുമ്പിൽ നിന്ന് എങ്ങനെ ഉരുണ്ടു മാറിയോ അതുപോലെ തന്നെ അയ്യോ പത്തോ ഇനി വെക്കരുത്. ആത്മാവിൽ ദൈവമക്കളെ ആരാധിച്ചോണം. ആരാധിക്കുമ്പോൾ വിടുതലുണ്ടാവും. അപ്പോസ്തലന്മാരെ ജയിലിലിട്ടപ്പോൾ അവരാദ്യം പ്രാർത്ഥിച്ചു, പിന്നെ കർത്താവിനെ പാടി സ്തുതിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? സാഹചര്യങ്ങളുടെ അടിത്തറ മാറിയില്ലേ? അവരെ ബന്ധിച്ച സ്തോത്രം ചങ്ങലയ്ക്ക് തന്നെ പേടിയാവും. കയ്യപ്പിടിച്ചു, നിന്റെ പ്രശ്നങ്ങൾ നിന്നെ പേടിക്കുന്നു പറഞ്ഞാട്ട്. നിന്നെ തടഞ്ഞു നിർത്തിയ ബന്ധനങ്ങൾ, നിന്നെ തടഞ്ഞു നിർത്തിയ ചങ്ങലകൾ നിന്നെ പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിന്നെ അടച്ചിട്ട ചുവരുകൾ നിന്നെ ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. നീ നിന്നെ അറിഞ്ഞാൽ അവരെല്ലാം നിന്നെ അറിയും. എല്ലാവരും അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ. റുബല രഗഡ രഗഡ രഗദ ഷപ്രബലാദ. വലിയ രോഗസൗഖ്യങ്ങൾ ഇവിടെ നടക്കും. സ്വത്രം നിങ്ങൾ തന്നെ പൊട്ടിച്ചോണം. നിങ്ങൾ തന്നെ പൊട്ടിക്കുമ്പോൾ ചില ബ്ലഡ് കൗണ്ടുകൾ നോർമലാവും. എല്ലാവരും ആരാധിച്ചാട്ടെ. കരമടിച്ച് അന്യഭാഷയിൽ ആരാധിക്കാം. അർബ രാജ ദൂര ബാല ഹട്ട രാജ ധീര ധാര പ്രൗഢ രഗതേ 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 നമ്പർജാല കരകടകത്സ പ്രൗഢ രാജ സന്ദർജാല ദൂര പ്രൗഢേ രഗതേ രഗടേ രഗത രഗടേ രഗത രഗടേ ദൂരചാല ധീര ബാബ ശംഭാരം ദാനം ദർജാല നീകടരട്ടെ വെന്തരട്ടെ ദൂരത്താരം പരപരവൗഢേ രഗതേ രഗതേ. അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ. ഓ റിക്കർ ബാല പരവൽ ബൗഡ രഗട രഗട രഗതേ രഗതേ രഗടേ രഗതേ. നിങ്ങൾ മുകളിൽ കയറിയാട്ടെ. ആരാധിച്ച് ഉയരങ്ങളിലേക്ക് കയറിയാട്ടെ. ആരാധിച്ച് ഉയരങ്ങളിൽ കയറിയാട്ടെ. ആരാധിച്ച് സകലത്തെ കീഴ്പാടാക്കുന്ന വ്യാപാര ശക്തി. ജയം 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 ജയം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ വായിച്ച വാക്യം മറക്കരുത്. സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കുക. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനായ വഴിപാട് യാഗം അർപ്പിച്ച സ്നേഹത്തിൽ നടപ്പിൻ. അതാണ് ഇന്നത്തെ ടൈറ്റിൽ. കയ്യപ്പിടിച്ചോളൂ, സ്നേഹത്തിൽ നടപ്പിൻ.
നമുക്ക് പകയുടെ ആവശ്യമില്ല. പറഞ്ഞാട്ടെ, പുതുമനുഷ്യന് പകയുടെ ആവശ്യമില്ല. പുതുമനുഷ്യന് ഇവിടെ ശത്രുക്കളില്ല, പുതുമനുഷ്യന് പ്രശ്നങ്ങളില്ല. കയ്യൊപ്പിടിച്ച് പറഞ്ഞിട്ട്, പുതുമനുഷ്യന് പ്രശ്നങ്ങളില്ല, പുതുമനുഷ്യന് ശത്രുക്കളില്ല. അവൻ എനിക്കിട്ട് വേല വെച്ചെന്ന് അവനില്ലല്ലോ. ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവനാ. ഉയരത്തിൽ നിന്ന് വന്ന് എൻ്റെ അകത്ത് വീണ്ടും ജനിപ്പിച്ച പുതുമനുഷ്യൻ യേശു. പഴയ മനുഷ്യനല്ല, പുതുമനുഷ്യൻ. അവൻ ജയാളിയാണ്. ആ ജയാളികളൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഇത്രയും നേരം നമ്മുടെ പുറത്തെ മനുഷ്യൻ കൈയൊക്കെ അടിച്ചല്ലേ ഹല്ലേലൂയ പറഞ്ഞു. ഇനി അകത്തെ മനുഷ്യൻ ഹല്ലേലൂയ പറഞ്ഞു. ഒന്നൂടെ ജയം എന്ന് വിളിച്ചു പറഞ്ഞു. ജയം. കരമൊന്ന് അടിച്ചാൽ പാർപ്പോടെ. എന്നിട്ടാ പറയുന്നത്, ദുർനടപ്പും യാതൊരു അശുദ്ധി അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും. ഇത് വിഷമിച്ച് നമ്മൾ ചെയ്യല്ല. ദൈവസ്നേഹത്തിൽ നമുക്ക് വിശുദ്ധി, നമുക്ക് ദൈവസ്നേഹം നമ്മുടെ അകത്ത് നിറയുമ്പോൾ വിശുദ്ധ ജീവിതം ഒരു ബുദ്ധിമുട്ടേ അല്ല. മറ്റേത് ന്യായപ്രമാണത്തിൻ്റെ കീഴിലാകുമ്പോൾ അയ്യോ ഞാൻ ഇതെല്ലാം ഒന്ന് ജയിക്കാൻ ഞാൻ കിടന്ന് വിഷമിക്കുക. പുതിയ മനുഷ്യന് വിശുദ്ധ ജീവിതം ഒരു ബുദ്ധിമുട്ടാണോ? പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒന്നും പിന്നെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നെ നരകത്തിലൂടെ ഒന്നും പിടിച്ചിട്ടില്ല. ആ കണ്ണിൽ നോക്കിയാൽ നാം പാപം ചെയ്യില്ല, ആ മുഖം കണ്ടാലോ നാം ശോഭിതരാകും, തിരിഞ്ഞൊന്നു നോക്കിടും നാം തള്ളിപ്പറഞ്ഞാൽ വീണ്ടും പൊട്ടിക്കരയും ഒട്ടിച്ചേരും പത്രോസേ പോൽ നാം. ആ കണ്ണിൽ നോക്കിയാൽ നാം പാപം ചെയ്യില്ല. യേശുവിന് പാപം ചെയ്യാതെ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നോ? കർത്താവ് ഇങ്ങനെ മസിൽ പിടിച്ചാണോ വിശുദ്ധ ജീവിതം നടത്തിയത്? പറഞ്ഞാട്ടെ. നോ, ഹി വാസ് ഡയറക്റ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതുപോലെ നിന്റെ അകത്തെ മനുഷ്യൻ പാപത്തിനെതിരെ കിടന്ന് കണ്ടമാനം കഷ്ടപ്പാടൊന്നും പെടണ്ട. ആ മനുഷ്യനെ അവൻ തിരിച്ചറിഞ്ഞാൽ മതി, അവൻ സ്നേഹത്തിൽ നടക്കുന്നുവെന്ന്. അതുപോലെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ, റോമർ 8 സ്വന്തം പുത്രനെ നമുക്കെല്ലാം തന്നവൻ ഇങ്ങനെ തരാനിരിക്കുക. ഇതേതാണ്ട് തരാത്ത ഏതോ റേഷൻ കടക്കാരനോട് പിടിച്ചു മേടിക്കുന്ന പോലുള്ള പ്രാർത്ഥന. അത് മതങ്ങളിലാണ്. നിങ്ങളും ഞാനും ഇതെല്ലാം നിനക്കിങ്ങനെ തരാനിരിക്കുക. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ തൻ്റെ മക്കൾക്ക് വാരിക്കൊടുക്കാൻ ആ കർത്താവിനെ ഒന്ന് കണ്ടേ. ഇതിങ്ങനെ കിട്ടാക്കുറ്റിയാണെന്നും കൊണ്ട് നിൽക്കാതെ സ്നേഹത്തിൽ നടപ്പിൻ. ഉറക്കെ പറഞ്ഞ സ്നേഹത്തിൽ നടപ്പിൻ. അങ്ങനെ വേണം നമ്മൾ സഭയിൽ ജീവിക്കാൻ. അങ്ങനെ വേണം മറ്റുള്ളവരുടെ ആകാൻ. സ്നേഹത്തിൻ്റെ നിറവിൽ വാരി കൊടുക്കുന്നവരാകണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റാണ്, ദൈവസ്നേഹമാണ്. എല്ലാ കരങ്ങൾ ഉയർത്തി അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കുമ്പോൾ അല്പസമയം കൂടെ നമ്മളെല്ലാവരും കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാൻ പോവുക. ഈ പുതു മനുഷ്യനിൽ ഒന്ന് ജീവിക്കാൻ. ഈ ആഴ്ചയല്ല, ഇനിയുള്ള നാളുകൾ മുഴുവൻ പുതു മനുഷ്യനിൽ ഒന്ന് ജീവിക്കാൻ. എൻ്റെ പഴയ മനുഷ്യനല്ല, എന്നിലെ ക്രിസ്തു ഒന്ന് ജീവിക്കാൻ. തോമസ് ഊട്ടി അല്ല ഈ ആഴ്ചയിൽ ഇറങ്ങിപ്പോകുന്നത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഉറക്കെ പറഞ്ഞു. ഇപ്പോൾ വായിച്ച വാക്യമാ ഗലാത്യർ 2:20. ഇനി ജീവിക്കുന്നത്, ഉറക്കെ പറഞ്ഞാട്ടെ, ഇനി ജീവിക്കുന്നു. ആദ്യം മുതൽ പറഞ്ഞ് ഇനി ജീവിക്കുന്നത് ഞാനല്ല, പിന്നെ ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ചയിൽ നമ്മുടെ വിഷയങ്ങളെ നേരിടുന്ന ആരാണ്? നമ്മളാണോ യേശു ക്രിസ്തുവാണോ? പക്ഷെ പെട്ടെന്ന് നമ്മുടെ പഴയ മനുഷ്യനാ കയറി വരുന്നത്. ശരി, ഒരു വിഷയം വരുമ്പോൾ തോമസ് ഊട്ടി അവിടെ വരും, നാച്ചുറലാ. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? പുതുമനുഷ്യനെ ധരിക്കണം. പുതുമനുഷ്യനെ ധരിക്കുക എന്ന വാക്കിന് 2 അർത്ഥമാണ്. ഒന്ന് മനസ്സിലാക്കുക, 2 എടുത്തിടുക. പ്രൈസ് ലോർഡ്. സാധാരണ പല്ലും തേച്ച് രാവിലെ നടന്നയാൾ യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ ആൾ അധികാരിയായോ ഇല്ലയോ? കയ്യപ്പിടിച്ച് പറഞ്ഞാൽ പുതുമനുഷ്യനെ എടുത്തണിയണം. എന്ത് വിഷയം വന്നാലും ഉടനെ പറയണം, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ആ വിഷയങ്ങളോടൊന്ന് പറഞ്ഞാട്ടെ, വിഷയമേ, പ്രശ്നമേ, ആവശ്യമേ, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഉയരത്തിൽ നിന്ന് വന്ന് വീണ്ടും ജനിച്ച വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ആത്മാവിൽ സ്തുതിച്ച് ഇനി അകത്തെ മനുഷ്യൻ അല്പനേരം സംസാരിക്കട്ടെ. നല്ല സന്തോഷത്തോടെ ചിരിച്ചോണ്ട് ജയാളിയായി വിഷയങ്ങളുടെ മുകളിൽ ആ ജയിലിനകത്ത് ഇട്ടപ്പോഴും ജയത്തോടെ ആരാധിച്ച പോലെ ജയിലിൽ കടന്നുകൊണ്ട് എഴുതുക, സന്തോഷിപ്പീൻ. ജയിലറയ്ക്കകത്ത് കടന്നുകൊണ്ട് ആ മനുഷ്യൻ പൗലൂസാണോ, പൗലൂസിലെ പുതു മനുഷ്യനാണോ? സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞ്
പുതുമനുഷ്യന്. പഴയ മനുഷ്യന് പറയാനൊക്കെ ഒക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് എല്ലാ വിഷയങ്ങളുടെ മുകളിലൊന്ന് കയറി നിന്നുകൊണ്ട് ആമേൻ വിളിച്ച് അന്യഭാഷയിൽ നിന്ന് കർത്താവിനെ സ്തുതിച്ച് നല്ല ചിരിച്ചോണ്ട് നല്ല സന്തോഷത്തോടെ ഇന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവവേദനയിലെ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ നിന്നെ കണ്ട് ചോദിക്കും, ഇതെന്താ ഇയാളിങ്ങനെ ഇരിക്കുന്നത്, ഞാൻ ഇവനെതിരെ ചെയ്തതൊന്നും ചലിക്കുന്നില്ലല്ലോ. നിന്നെ ഏത് ചങ്ങല കെട്ടിയോ നിന്നെ അറിഞ്ഞു കഴിയുമ്പോൾ അതങ്ങ് അയഞ്ഞ് താഴോട്ടങ്ങ് വീഴും. നമ്മളിങ്ങനെ വായിക്കുന്നു, പത്രോസിനെ ആമേൻ എന്ത് ചെയ്തു? കാലും കൈയും ആമത്തിലിട്ട് പൂട്ടി. അദ്ദേഹം പുതുമനുഷ്യന്റെ സ്വഭാവത്തിൽ കിടന്നുറങ്ങി. ദൂതൻ ഇറങ്ങി എന്ത് ചെയ്തു? പുതുമനുഷ്യനെ ബന്ധിക്കാൻ പറ്റിയ ചങ്ങലകളില്ല. മൂത്ത് പറഞ്ഞത് ആത്മാവിനാൽ ജനിച്ചവൻ കാറ്റ് പോലെയാ. അവർക്ക് പറഞ്ഞോട്ടെ, ആത്മാവിനാൽ ജനിച്ചവൻ. നിന്റെ അകത്തെ മനുഷ്യന് നീ അറിയരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം അകത്തെ മനുഷ്യനൊന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ രോഗബന്ധനങ്ങൾ ഇവിടെ അഴിഞ്ഞു മാറും, തലവേദനകൾ വിട്ടുമാറും, ക്യാൻസറുകൾ സൗഖ്യമാവും, അത്ഭുതങ്ങൾ നടക്കും. കരമൊന്ന് അടിച്ചാത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും അല്പസമയം ആരാധിക്കാം.